ചിന്തകൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു എങ്കിൽ അത് പരാജയപ്പെടുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ആ കാരണമാണ് ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്? അവരവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരു താല്പര്യമില്ലാത്തവരാണ്. ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആവും, സ്ട്രെസ് ആവും, മറ്റെന്ത് ഘടകങ്ങളായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ആ സമയത്ത് അവന് നൈസർഗികമായിട്ട് നോക്കിക്കാണാൻ കഴിയാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ പോസിറ്റീവായിട്ട് അവൻ ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? ഇതാണ് എൻ്റെ പഠനം ചെന്ന് അവസാനിച്ചത്. ഞാനപ്പോൾ ചിന്തിച്ചു, സെറാട്ടോണിൻ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻസ്, ഗാബ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ആരും പഠിപ്പിക്കാറില്ല. ഗാബ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്യുന്നതെന്ന് പറയുക. തൻ്റെ മുന്നിലിരിക്കുന്ന മറ്റൊരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ചിരിക്കുന്നതാണല്ലോ ഒരാളുടെ ഏറ്റവും വലിയ അബദ്ധം. അതിന് അവനവൻ തന്നെ അവനവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാലോ? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അസ്ട്രോളജിസ്റ്റും അതേപോലെ തന്നെ മൈൻഡ് തെറാപ്പിസ്റ്റും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവുമായിട്ടുള്ള ഡോക്ടർ ശ്രീകാന്ത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. മാനിഫെസ്റ്റേഷൻ, എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള വാക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും പ്രകൃതി നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ അതിന് ചില ടെക്നിക്കുകൾ ചെയ്താൽ മതി. ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ വിഷ്വലൈസേഷൻ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ടൈം കോഡുകൾ 11 എന്നുള്ള ടൈം കോഡൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്? ചില ആളുകൾ എന്ന് പറയുന്നതാണോ നല്ലത്? 95% ആളുകൾ എന്ന് പറയുന്നതാണോ നല്ലത്? ഭൂരിഭാഗം ആളുകൾക്കും. എന്നാൽ പിന്നെ അങ്ങനെ പറയാം അല്ലേ, ഭൂരിഭാഗം. ഈ മാനിഫെസ്റ്റേഷൻ കോഴ്സുകളോ അല്ലെ മാനിഫെസ്റ്റേഷൻ മെത്തഡോളജീസോ നമ്മൾ ഇന്നലെ കേൾക്കാൻ തുടങ്ങിയതല്ല. നമ്മുടെ ചിന്തകൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു എങ്കിൽ അത് പരാജയപ്പെടുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ആ കാരണമാണ് നമ്മളുടെ ശാരീരിക അവസ്ഥ. അതായത് നിങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സഹായിക്കാത്ത ഒന്നും നിങ്ങൾക്കൊന്നും നേടിത്തരാൻ പോകുന്നില്ല. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞുതരാം. ലോ ഓഫ് അട്രാക്ഷൻ, ഇതാണ് ഇതിൻ്റെ ആത്യന്തികമായ പേര്. ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നിയമമാണെന്ന്. നിയമമാണ് അല്ലേ. ഓഫ് അട്രാക്ഷൻ, അട്ടർ ആക്ഷൻ, അതായത് ആക്ഷൻ അവിടെ ഉണ്ട് അല്ലേ. ഈ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ ഒരാൾക്ക് ആക്ഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രവൃത്തി ചെയ്യുമ്പോൾ. അതന്നെ, അത് പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിലേക്ക് അയാളെ നയിക്കുന്നത് എന്താണ്? ചിന്തകളായിരിക്കും. ചിന്തകളാണ്. അപ്പോൾ തിരിച്ച് ചിന്തകൾക്ക് മുമ്പ് ഒരു ഘടകമുണ്ട്. ഈ ചിന്തകൾക്കും പ്രവൃത്തിക്കും ഇടയിലൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ അങ്ങേക്ക് ഇവിടുന്ന് ആലുവയിൽ വരെ പോകണം, എന്നാൽ പിന്നെ വെറുതെ ആലുവയിൽ വരെ പോയേക്കാന്നും പറഞ്ഞ് വെറുതെ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോവോ? ഇല്ല. നിങ്ങളുടെ ഉള്ളിലൊരു ഇമോഷൻ വരണം അല്ലേ. ഇമോഷൻ, ആലുവയിൽ പോയാൽ അവിടെ ഇന്ന ജ്യൂസ് കിട്ടും. ആ ജ്യൂസിനോടുള്ളൊരു വൈകാരിക ഇമോഷനാണ് താങ്കളെ ഡ്രാഗ് ചെയ്യുന്നത്. ഈ ഇമോഷൻ വരണമെങ്കിൽ അവിടെയാണ് ചിന്ത പണിയെടുക്കുക അല്ലേ. എന്തുകൊണ്ടായിരിക്കും ആ ചിന്ത പണിയെടുക്കുന്നത്? ആ ചിന്തിക്കാൻ അവിടെ ഇതിപ്പോൾ അവിടെ പോയേക്കാം എന്ന് തോന്നുന്നെങ്കിൽ ആ ചിന്തിക്കുന്നതിന് മുമ്പ്, അതിനു മുമ്പേ നമ്മൾക്കുണ്ടായിരിക്കുന്ന പാസ്റ്റ് എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ മറ്റൊരാളുടെ വാക്കുകളോ പ്രവർത്തികളോ സൂചനകളോ ഒക്കെ ആവണം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകളാണ് ഒരു വൈകാരിക തലം ഉണ്ടാക്കുന്നത്. ആ വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ആണ് അവർ പ്രവർത്തിക്കുന്നത്. ആ പ്രവൃത്തിയുടെ ഭാഗമാണ്, റിസൾട്ടാണ് ഇവിടെ കിട്ടുക അല്ലേ. അപ്പം നമ്മളുടെ റിസൾട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ റിസൾട്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ ചിന്തയാണ്. അത് നല്ല ചിന്തയാകാം, ഒരു പക്ഷെങ്കിൽ മോശപ്പെട്ട ചിന്തയാകാം. എന്താ മാനിഫെസ്റ്റേഷൻ തിയറി? നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ആവർത്തിച്ച് കൊടുക്കൂ അല്ലേ. ഒന്ന്,
നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. നിങ്ങൾക്ക് വേണ്ടതിനെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് കൊടുക്കൂ. നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് പ്രപഞ്ചത്തിനോട് ചോദിക്കൂ. എന്നിട്ട് നിങ്ങൾക്കത് ലഭിച്ചതായിട്ട് സങ്കല്പിച്ച് അനുഭവിച്ച് നന്ദി പറയൂ. ഇന്നുവരെ കിട്ടിയതിനുമൊക്കെ നന്ദി പറയൂ. ഇങ്ങനെ നിങ്ങൾ ശക്തമായി ഒരു ദിവസം അല്ലെ ഇത്ര ദിവസത്തേക്കോ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് ഉറപ്പായും വന്നു ചേരും. ഇതാണല്ലോ മാനിഫെസ്റ്റേഷൻ തിയറി. സാമ്പത്തികമായിട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് 90% അപ്പവും എല്ലാവരും ഫിനാൻഷ്യലി ആണ്. എന്ന് വെച്ചാൽ ഒരാളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവൻ്റെ പണമാണെന്ന് പറയുന്നതിന് തെറ്റുണ്ടോ? ഇല്ല. ഇപ്പം പൈസയുള്ള ഒരാൾക്ക് അധികാര മേഖലയിൽ വരെ കയറാൻ ധൈര്യമാണ് അല്ലേ? അവൻ്റെ കോൺഫിഡൻസ് അതാണ്. പണമുണ്ടെങ്കിൽ അവൻ്റെ അറിവില്ലാത്ത ടോപ്പിക്കിനെ ഹാൻഡിൽ ചെയ്യാൻ അത്രമാത്രം അറിവുള്ള ഒരാളെ ഹയർ ചെയ്യാൻ അവന് കഴിയും. അതവൻ്റെ കോൺഫിഡൻസ് ആണ്. എന്തിനും ഏതിനും അവൻ്റെ കോൺഫിഡൻസ് ആണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. ഈ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷന് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയോ അല്ലെ മാനിഫെസ്റ്റ് ചെയ്തത് കൊണ്ടായില്ല. അതെന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, അത് ചെയ്യുന്നതിലൂടെ എന്ത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ചിന്തിക്കപ്പെടുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി, പോസിറ്റീവായിട്ട് അഫർമേറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പം ഒറ്റ ചോദ്യമേ ഉള്ളൂ, പോസിറ്റീവായിട്ട് അവനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാത്തത് എന്താണ്? ഇത് തിയറി പഠിച്ചിറങ്ങുന്നതോടുകൂടി അവൻ്റെ കാറ്റ് തീർന്നു. അതുവരെയുള്ള മോട്ടിവേഷനേ ഉള്ളൂ. നെക്സ്റ്റ് ഡേയിൽ അവൻ ഇരിക്കും, സെക്കൻഡ് ഡേയിൽ അവൻ വീണ്ടും ഇരിക്കും, തേർഡ് ഡേ ആയപ്പോഴത്തേന് അവൻ്റെ ഓൾറെഡി അവനെ ഡ്രാഗ് ചെയ്യുന്ന അവൻ്റെ സ്ട്രഗിൾ അവനിട്ട് അടി കൊടുക്കാൻ തുടങ്ങുന്നുണ്ടാവും. അത് ഓൾറെഡി അവിടെ ഉണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് ഇത് മാനിഫെസ്റ്റേഷൻ പഠിക്കാൻ പോയത്. ആ മാനിഫെസ്റ്റേഷൻ പഠിച്ചിട്ട് ഇറങ്ങി വന്നേച്ച് ഇത് പ്രാവർത്തികമാക്കുമ്പം അവനെ ഇമോഷൻസ്, ഉദാഹരണം പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആവും, സ്ട്രെസ് ആവും, എന്ത് ഘടകങ്ങളായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ആ സമയത്ത് അവന് നൈസർഗികമായിട്ട് നോക്കിക്കാണാൻ കഴിയാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ പോസിറ്റീവായിട്ട് അവൻ ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? ഇതാണ് എൻ്റെ പഠനം ചെന്ന് അവസാനിച്ചത്. ഞാനപ്പോൾ ചിന്തിച്ചു, ഒരാൾ ചിന്തിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ എന്ത് മാറ്റം ഉണ്ടാവും? ഒരാൾ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ 86 ബില്യൺസ് ഓഫ് ന്യൂറോൺസിൻ്റെ ആക്ടിവേഷനാണ് സമയത്ത് നടക്കുക. അത്രയും ന്യൂറോൺസ് പ്രവർത്തിക്കുമ്പം ഈ ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളുടെ എങ്ങനെയാണെന്ന് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പോയാൽ കുറച്ചൊന്നും അല്ല, അത് വളരെ ഡീപ്പാണ്. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ഒറ്റ വരിയിൽ പറയാം. അയോൺസിൻ്റെ ആക്ഷൻസ് കാരണം നമുക്ക് ഇലക്ട്രിക്കൽ സിമ്പൽസുകൾ അല്ലെങ്കിൽ ഇമ്പൾസുകളാണ് ഹ്യൂമൻ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. ഈ ന്യൂറോൺസ് എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യിക്കാൻ സഹായിക്കുന്ന ഐറ്റത്തിൻ്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇത് കെമിക്കൽ ഫോംസിലാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഓമന പേരാണ് ഹോർമോൺസ്. അതായത് ഒരാളെ ഹാപ്പിയാക്കി നിർത്തുന്ന ഹോർമോൺസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഒന്ന് സെറാട്ടോണിൻ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻസ്, ഗാബ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ആരും പഠിപ്പിക്കാറില്ല. ഗാബ അതൊരു അസിഡിക് ആക്ഷനാണ്. അതിനുശേഷം പിന്നെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ. ഈ 5 പേര് ചേർന്നിട്ടാണ് ഈ പണി നടത്തുന്നത്. അപ്പോൾ ഈ ഹോർമോണുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എക്സസൈസ് ചെയ്താൽ മതി, ഇങ്ങനെ ഓരോന്ന് പറയും. ഇപ്പം സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടെങ്കിൽ ഒരാൾക്ക് മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. ഓക്സിറ്റോസിൻ എന്ന് പറയുമ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഓക്സിറ്റോസിൻ അവൻ്റെ ലൈഫിൽ അവന് ലൈഫ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടൻറ്റ്. അതിനെക്കുറിച്ചൊക്കെ ഓരോന്നിനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ തിയറികളാണ്. ഈ സെറാട്ടോണിൻ ഒരാൾക്ക് ഇല്ലാതായാൽ തന്നെ അവൻ്റെ മൂഡ് അൺസ്റ്റേബിളായി കഴിഞ്ഞു, സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞു. ഓക്കെ, റൈറ്റ്. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്യുന്നതെന്ന് പറയുക. നമ്മൾ മറ്റൊരാൾ നമ്മളെ ഇഷ്ടപ്പെടുക, നമുക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക, ഇതൊക്കെ ഉള്ള സമയത്ത് ഓക്സിറ്റോസിനൊക്കെ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറയും. തിരിച്ച് നമ്മുടെ സർവമായ എന്ന് പറയുന്ന മൂവിയിൽ ജനാർദ്ദനം പറഞ്ഞാൽ അതിമനോഹരമായ ഒരു ഡയലോഗുണ്ട്. നമുക്ക് നമ്മളെ നല്ല രീതിയിൽ നോക്കുന്ന, നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു തരുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ നമുക്ക് വേണ്ടത്? എല്ലാവർക്കും അതല്ലേ വേണ്ടത്? അതെ. അത്
തൻ്റെ മുന്നിലിരിക്കുന്ന മറ്റൊരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ചിരിക്കുന്നതാണല്ലോ ഒരാളുടെ ഏറ്റവും വലിയ അബദ്ധം. അതിന് അവനവൻ തന്നെ അവനവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാലോ ആ ഓക്സിറ്റോസിൻ അവിടെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഈ ഹാപ്പി ഹോർമോൺസ് ആയ സെറാട്ടോണിൻ ആവട്ടെ, എൻഡോർഫിൻ ആയിക്കോട്ടെ, ഓക്സിറ്റോസിൻ ആയിക്കോട്ടെ, ഡോപ്പമൈൻ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ശരീരത്തിൽ ചില വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. അതിൽ ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ പോകുന്ന ഏതൊരു വ്യക്തിക്കും വിറ്റമിൻ ഡി എന്ന് പറയുന്ന സാധനം കുറഞ്ഞിരിക്കും. ഒന്ന് പരിശോധിച്ച് നോക്കാം, പ്രാക്ടിക്കലി എടുത്ത് നോക്കാം. വിറ്റമിൻ D3 ഡി ഹോർമോൺ. ഓക്കെ, രണ്ടാമത് വൈറ്റമിൻ B12 വേരിയേഷൻസ്. മൂന്നാമതായിട്ട് ഒമേഗ 3 എന്ന് പറയുന്ന സാധനം ബോഡിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്യും. ഇനി നാലാമതായിട്ട് ബ്ലഡ് പരിശോധന നടത്താനാണെങ്കിൽ ഒരാളെടുത്ത് നോക്കിയാൽ മതി. വിറ്റമിൻ ഡിയും ഡി ഹോർമോണും എടുത്ത് പരിശോധിക്കുക. രണ്ടാമതായിട്ട് വൈറ്റമിൻ B12 പരിശോധിക്കുക. മൂന്നാമതായിട്ട് മോർണിംഗ് കോർട്ടിസോൾ, മോർണിംഗ് സെറം കോർട്ടിസോൾ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. ഈ 3 ടെസ്റ്റും എടുത്തിട്ട് ഈ 3 ടെസ്റ്റിൻ്റെ കോമ്പിനേഷനാണ് അയാളുടെ പേഴ്സണാലിറ്റി ടുവേർഡ്സ് അട്രാക്ഷൻ. എന്തിനേയും അട്രാക്ട് ചെയ്യാം. ഇന്ന് 90% ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആണ് ഒരാളുടെ ഉദ്ദേശമെങ്കിൽ അയാൾക്ക് ഫിനാൻസിനോടുള്ള മെൻറ്റാലിറ്റി എന്തായിരിക്കുന്നതാണ്. അപ്പം ഇതേലെ ഒന്നല്ല, പല ഘടകങ്ങളുണ്ട്. ഇതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, എങ്ങനെ റീബാലൻസ് ചെയ്യാം, ഇതെല്ലാം അപ്പുറത്ത് CC ഫാക്ടർ എന്ന് പറയുന്ന കോർ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകളിൽ നിന്നോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ശീലമായി മാറിയ ചില കണ്ടീഷൻസുകളാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും അവരവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരു താല്പര്യമില്ലാത്തവരാണ്. ഇപ്പോൾ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ വാച്ച് ഇടത് കയ്യിൽ കെട്ടുന്നവർ ആ വാച്ച് അഴിച്ചു വലത് കയ്യിൽ കിട്ടുക. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും ഇങ്ങനെ കാല് കുലുക്കിയിരിക്കുന്നുണ്ടാവും അല്ലേ? ഒന്ന് കുലുക്കാതിരിക്കണേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അന്നേരം നിർത്തും. അവർ പോലും അറിയാതെ മാക്സിമം 1 മിനിറ്റ് 2 മിനിറ്റുള്ളിൽ വീണ്ടും കാല് കുലുക്കാൻ തുടങ്ങും അല്ലേ? അതെ. 2, നമ്മൾ തുണിക്കടയിലേക്ക് പോവാം. ശരാശരി മലയാളിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി എടുക്കാൻ ചെല്ലുമ്പോൾ ആദ്യമേ പ്രൈസ് ടാഗ് ഒന്നും നോക്കിയില്ല ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്തും ഞാനും വൈഫും സുഹൃത്തും എല്ലാവരും കൂടി ഇരിക്കുമ്പം ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തൊരു ടീമാണ്. അവരുടെ കയ്യിൽ നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കയറിയിട്ട് മെനു കാർഡ് എടുത്തു കൊടുത്തു. അപ്പം ഈ മെനു കാർഡിൽ ഇങ്ങനെ അവരിങ്ങനെ നോക്കിയിട്ട് ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ബിരിയാണിയിൽ തന്നെ വരുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ബിരിയാണി ആകുമ്പം എല്ലാ മെനുവും നോക്കും. അതെ, അതിനകത്ത് അവർക്ക് പരിചയമില്ലാത്ത പേരുകളുണ്ട്, അതിൻ്റെ റേറ്റും നോക്കും. അപ്പോൾ അവർ ഈവൻ അവിടെ പൈസ അവരല്ല ബെയർ ചെയ്യുന്നെങ്കിൽ പോലും അവർ ലാസ്റ്റ് നോക്കണ്ട, കറങ്ങി തിരിഞ്ഞ അവസാനം ബിരിയാണി തന്നെ വരും. ഈ പാറ്റേൺ അന്നേരം നമ്മൾ ബ്രേക്ക് ചെയ്ത് എന്താ വെച്ചാൽ ഇഷ്ടമുള്ളത് കഴിച്ചോ, ആ പാറ്റേൺ നമുക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാറ്റേൺ ആണ്, നമുക്കത് മാറ്റാം. ഇന്ന് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അന്നേരം അവിടെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കുറേ പാറ്റേൺസുകളുണ്ട്. വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് പൈസ ഉണ്ടാവുക. പണം വന്നാൽ കുടുംബത്തിലും നമ്മളുടെ ഇടയിലും മനുഷ്യൻ്റെ ഇടയിലും ഒക്കെ, നമ്മളുടെ ഇടയിൽ എന്ന് പറയുന്നല്ല മനുഷ്യൻ്റെ ഇടയിൽ സമാധാനം നഷ്ടവും, ഇങ്ങനെയൊക്കെയുള്ളത് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ മറ്റെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? പറയാവോ? ഉണ്ട്. പൈസ വന്നു കഴിഞ്ഞാൽ ഈവിളാണ്, അതായത് ഡെവിൾസ് ലൈഫ്. പിന്നെ അത് മാത്രമല്ല, കൂടുതലും ആരെങ്കിലും കാശ് ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കള്ളപ്പണമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിയായിരിക്കും. അതെ 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 അതെ. ഇത് അതായത് പൈസയെക്കുറിച്ച് മോശമായ ഇമേജുകളാണ് ഏറ്റവും കൂടുതലും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനേക്കാളും എല്ലാം ശക്തമായ ഒരു ഇമേജ് ഉണ്ട്. എന്താണെന്നറിയോ? 500 രൂപ കിട്ടി 1000 രൂപ ചിലവായേ പറ്റുള്ളൂ. അതെ. പിന്നെ പൈസ നിങ്ങൾക്ക് എന്തിനാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പറയാനുള്ള ഉത്തരം എന്തായിരിക്കും അറിയോ? ചിലവാക്കാൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ. അതിപ്പം ഒരു പക്ഷെങ്കിൽ അങ്ങ് ഇതിനെക്കുറിച്ചുള്ള സെഗ്മെൻറ്റുകളിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. മറ്റൊരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ഒരാളോടൊന്ന് ചോദിച്ചു നോക്കുമോ? ചോദിച്ചു നോക്കാം. അപ്പോൾ അവർ പറയുന്ന ഉത്തരം അത് ലോൺ അടയ്ക്കാൻ അല്ലെങ്കിൽ കടം വീട്ടാനെന്നാണ്. അവരുടെ ഉള്ളിൽ പണത്തിനോടുള്ളൊരു ഇമേജ് കടമാണ്. മനസ്സിലായി?
കടം വീട്ടാനാണ്. സോ യൂണിവേഴ്സിൽ ഒരാളിപ്പം ഇനിയിപ്പം ഇമേജ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മൾ പറഞ്ഞല്ലോ. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ ചിന്ത, അതായത് ചിന്തിക്കുന്നത് മനസ്സുകൊണ്ടാണ്, ബ്രെയിനുണ്ട്, ഓക്കെ. ഈ ബ്രെയിനിൻ്റെ ഡ്യൂട്ടി ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് നിന്ന് പണിയെടുക്കുക എന്നുള്ളതാണ്. ഓൾറെഡി കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ഡേറ്റാസിനെ വെച്ച് അനലൈസ് ചെയ്ത് ഇതിപ്പോൾ എന്താണ്, അത് മൊബൈലാണ്, അത് ഏത് മൊബൈലാണ്, അത് ഇന്ന മൊബൈലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അയാൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. അല്ല പുതിയതായിട്ട് അത് കാണുമ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ ഒരു ഇമേജായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇക്രാം പൂച്ചയെക്കുറിച്ച് അറിയാമോ? ഇല്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ പ്രേക്ഷകരിൽ തോന്നുന്നുണ്ടോ ആരെങ്കിലും ഈ ഇക്രാം പൂച്ചിനെ അറിയാമെന്ന്? ഇല്ല, തോന്നുന്നില്ല. യെസ്. 2 പാറ്റ കേട്ടിട്ടുണ്ട് അല്ലേ? പാറ്റ, പഴുതാര, പൂച്ച, എല്ലാത്തിൻ്റെ ഇമേജ് വന്നില്ലേ? ഇക്രാം പൂച്ചയുടെ ഇമേജ് എന്താ വരാത്തെ? നമ്മുടെ മനസ്സിലില്ല അങ്ങനൊന്ന്. അങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് അറിവില്ല. ഇനി അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ആറ്റം, നമ്മൾ മോളിക്യൂൾ എന്ന് മാറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ആറ്റം അറിയുമോ? അറിയാം. കണ്ടിട്ടുണ്ടോ? ഇല്ല. പുസ്തകത്തിനകത്തുള്ള ആറ്റത്തില്ലേ? അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാഷ ഇരിക്കുന്നത്. ഒരു മനുഷ്യന് അവൻ്റെ ഉള്ളിൽ ഒരു കാര്യത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇമേജ് വേണം, അതല്ലെങ്കിൽ ഇമോഷൻ വേണം.